ഹലോ മച്ചാമാരെ, അപ്പോൾ GP റേറ്റിംഗ് കോഴ്സ് എന്താണ്, അപ്പോൾ അത് പഠിച്ചാൽ എന്ത് ജോലിയാണ് കിട്ടുക, അപ്പോൾ ഏത് കപ്പലിലാണ് കയറാൻ പറ്റുന്നത്, കപ്പലിൽ കയറിയാൽ എന്ത് പൊസിഷനിലാണ് കയറാൻ പറ്റുന്നത്, അപ്പോൾ നിറയെ ഡൗട്ടുകളുണ്ട്. കോഴ്സ് പഠിക്കാൻ എത്ര രൂപയാണ് ഫീസ്, ഏത് കോളേജാണ് നല്ലത്, പിന്നെ അതുപോലെ കുറേ ഡൗട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ ശ്യാം ദ സെയിലറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹേ ഗായ്സ്, അപ്പോൾ GP റേറ്റിംഗ് കോഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ ഈസി ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ GP റേറ്റിംഗ് കോഴ്സ് എന്ന് പറയുന്നത് ഒരു 6 മന്ത് കോഴ്സാണ്. അപ്പോൾ ഈ കോഴ്സ് നമുക്ക് എവിടെ ചെയ്യാമെന്ന് ചോദിച്ചാൽ കൊച്ചിയിൽ, തൂത്തുക്കുടി, ചെന്നൈ, കോയമ്പത്തൂർ, അതുപോലെ തന്നെ പിന്നെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഗോവ, മുംബൈ, അങ്ങനെ നിറയെ സ്ഥലങ്ങളിൽ ഈ കോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ കോഴ്സ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ, ഈ കോഴ്സ് നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഈ കോഴ്സ് എന്ന് ആദ്യം എന്താണെന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഷിപ്പിൽ കയറാൻ പറ്റുന്ന ഒരു ബേസിക് ആയിട്ടുള്ള 6 മന്ത് കോഴ്സാണ്. ഈ കോഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ വരാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ പറ്റത്തില്ല. 6 മന്തും നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് വേണം ഈ കോഴ്സ് ചെയ്യാൻ വേണ്ടി. അപ്പം ഈ കോഴ്സിൽ കയറാൻ വേണ്ടി എന്താണ് പഠിക്കേണ്ടത്, എന്താണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ വേണ്ടതെന്ന് ചോദിച്ചാൽ 10th +2 പാസ്സായാൽ മാത്രം മതി. ഈ കോഴ്സ് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു ഉദ്ദേശം, നിങ്ങളൊരു ഡിഗ്രി എങ്കിലും കഴിഞ്ഞിട്ട് വേണം ഈ കോഴ്സ് ചെയ്യാൻ. എങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു മെച്യൂരിറ്റി എങ്കിലും ഉണ്ടാവും ഗായ്സ്. അപ്പോൾ ഈ കോഴ്സ് നമ്മളിപ്പം ഈ ഫീസ് എത്രയാണെന്ന് ചോദിച്ചാൽ ഓരോ കോളേജിനും ഫീസ് വ്യത്യാസം വരും. ഏകദേശം 2 ലക്ഷം രൂപയാണ് ഈ കോഴ്സിൻ്റെ വില എന്ന് പറയുന്നത്. 6 മന്ത് കോഴ്സാണ് ഗൈസ്. അപ്പോൾ 6 മന്തിൽ നമുക്ക് എന്തൊക്കെയാണ് അവിടെ പഠിപ്പിച്ചു തരണമെന്ന് ചോദിച്ചാൽ, എൻജിൻ സൈഡിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും പഠിപ്പിച്ചു തരും, ഡെക്ക് സൈഡിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും പഠിപ്പിച്ചു തരും. ഈ കോഴ്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ STCW എന്ന് പറയുന്ന ഒരു ബേസിക് സേഫ്റ്റി കോഴ്സും കൂടെ അവർ ചെയ്യിപ്പിക്കും. ആ കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സേഫ്റ്റിയാണ്, കപ്പലിലുള്ള സേഫ്റ്റികളെ കുറിച്ച് മെയിനായിട്ട് അവർ പഠിപ്പിച്ചു തരും. അപ്പം അത് 5 കോഴ്സാണ്. 5 കോഴ്സും കൂടെ ചേർത്ത് STCW എന്നാണ് പറയുന്നത്. അപ്പോൾ ഗൈസ്, ഈ STCW എവരി 5 ഇയേഴ്സ്, അതായത് ഓരോ 5 വർഷം കഴിയുമ്പോഴും നമ്മളിതിനെ റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നമ്മൾക്ക് ഈ സേഫ്റ്റിയൊക്കെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ GP റേറ്റിംഗ് പഠിച്ചതിന് ശേഷം നമുക്ക് ഡെക്ക് സൈഡ് വേണോ എൻജിൻ സൈഡ് വേണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ഈ ഡെക്ക് സൈഡ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ട്രെയിനി OS എന്ന് പറയുന്ന ഏറ്റവും താഴ്ന്ന ഒരു പോസ്റ്റ്, അതായത് ഒരു ട്രെയിനി ആയിട്ടായിരിക്കും നമ്മൾ കപ്പലിൽ കയറി നമ്മൾ ഓരോ ചെറുതായിട്ട് ജോലികൾ പഠിച്ച് വേണം മുന്നോട്ട് പോകാൻ. ആദ്യം നമുക്ക് കിട്ടുന്നത് മെയിൻ്റനൻസ് വർക്കൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഗൈസ്, ഈ ട്രെയിനി വൈപ്പർ, അതായത് എൻജിൻ സൈഡ് പോവുകയാണെങ്കിൽ നമ്മൾ ട്രെയിനി വൈപ്പർ എന്ന പോസ്റ്റിലായിരിക്കും കയറുന്നത്. അതും എൻജിൻ ടീമിൻ്റെ ഏറ്റവും ഒരു ട്രെയിനി ആയിട്ടാണ് നമ്മൾ കയറി നമ്മൾ ചെറുതായിട്ട് മെയിൻ്റനൻസ്, എൻജിൻ മെയിൻ്റനൻസ് ഒക്കെ നമ്മൾ ചെയ്ത് ചെറിയ ചെറിയ ജോലികളൊക്കെ ആയിരിക്കും നമുക്ക് ചെയ്യുന്നത്. പിന്നെ ഈ GP റേറ്റിംഗ് മെയിനായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് പറയുമ്പോൾ ബേസിക്, അതായത് ഷിപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് മെയിനായിട്ട് ഇവർ 6 മാസവും പഠിപ്പിക്കുന്നത്. എൻജിൻ സൈഡിനെ കുറിച്ച് അവർ പഠിപ്പിക്കും, അതുപോലെ തന്നെ ഡെക്ക് സൈഡിനെ കുറിച്ചും പഠിപ്പിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒരു സാധാരണ കോഴ്സ് ചെയ്യുന്നത് പോലെയല്ല, ഇതൊരു വെറൈറ്റി, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അത് നമ്മൾ പോയി പഠിക്കുമ്പോഴേ നമുക്കിതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മച്ചാനെ, 6 മാസത്തെ GP റേറ്റിംഗ് കോഴ്സെല്ലാം കഴിഞ്ഞു, ഇനി വീട്ടിൽ ഇരുന്നാൽ മതി, ജോലി കിട്ടും, അങ്ങനെയല്ലേ? അങ്ങനെ ഒന്നുമല്ല മച്ചാന്മാരെ. അപ്പം നമ്മൾ തന്നെയാണ് ഇറങ്ങി ജോലി കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ പഠിച്ചു കഴിഞ്ഞ് വീട്ടിൽ ഇരുന്നാൽ ജോലി നമ്മളെ തേടി വരത്തില്ല. നിറയെ പേര് അങ്ങനെ ഇരിക്കുന്നുണ്ട്, GP റേറ്റിംഗ് കോഴ്സ് കഴിഞ്ഞിട്ട് വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് മടുത്തിട്ട് വേറെ ജോലികളും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരുന്നാൽ ഒരിക്കലും ഈ കപ്പൽ ജോലി നമ്മളെ തേടി വരത്തില്ല. ഈ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ഇറങ്ങി തേടി കണ്ടുപിടിച്ചെടുക്കണം ഈ ജോലി. ഓരോ കമ്പനിയിലും പോയി അപ്ലൈ ചെയ്ത് നമ്മൾ തന്നെയാണ് ഈ ജോലി തേടി കണ്ടുപിടിച്ചെടുക്കേണ്ടത്. അതുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിറയെ പേര് ഈ പ്ലേസ്മെൻറ്റിനെ വിശ്വസിച്ച് മാത്രം ഈ GP റേറ്റിംഗ് കോഴ്സ് ചെയ്യുന്നുണ്ട്. അതെല്ലാം വെറും പൊട്ടത്തരവും അഡ്വർടൈസ്മെൻറ്റും മാത്രമാണ്. അത് കോളേജുകാർ പിള്ളേരെ പിടിക്കാൻ ചെയ്യുന്ന ഒരു പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്നതാണ്. ഈ പ്ലേസ്മെൻറ്റിനെ വിശ്വസിച്ച് മാത്രം ഈ GP റേറ്റിംഗ് കോഴ്സ് ചെയ്യാൻ പോകരുത് എന്നാണ് ഞാൻ പറയുന്നത്. നിറയെ പേര് അങ്ങനെ പറ്റിക്കപ്പെട്ട് വീട്ടിലിരിക്കുന്നുണ്ട് പ്ലേസ്മെൻറ്റിനെ വിശ്വസിച്ച്. പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് കൂടിപ്പോയ 120 പിള്ളേർ ഒരു ബാച്ചിൽ ചെയ്യുകയാണെങ്കിൽ 5 പേർക്കായിരിക്കും കിട്ടുന്നത്. ആ 5 പേരും അത്രയ്ക്ക് ലക്കിയുള്ളവരായിരിക്കും കിട്ടേണ്ടത്. അത് നമ്മൾ എല്ലാവർക്കും കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്ലേസ്മെൻറ്റിനെ വിശ്വസിച്ച് കോളേജിൽ പോയി ചേരരുത് ഗായ്സ്. അപ്പോൾ GP റേറ്റിംഗ് കോഴ്സ് എന്ന് പറയുന്നത് നല്ല നന്മകളുമുണ്ട്, അതുപോലെ തന്നെ അടിപൊളിയായിട്ട് തിന്മകളുമുണ്ട്. അപ്പോൾ ഗായ്സ്, തിന്മകളെന്ന് പറയുമ്പോൾ ഏജൻറ്റ് പറ്റിക്കപ്പെടാം, ഇത് ഏജൻറ്റിന് കാശ് കൊടുത്തിട്ട് ഏജൻറ്റ് മുങ്ങിക്കളയാം, അങ്ങനെ നിറയെ പ്രശ്നങ്ങൾ ഈ ഫീൽഡിൽ നടക്കുന്നുണ്ട്. ഏജൻറ്റിന് കാശ് കൊടുക്കുന്നതിന് മുമ്പ് നിറയെ ചോദ്യങ്ങൾ ചോദിക്കുക നിങ്ങൾ. എല്ലാം, അതായത് ഫ്ലൈറ്റ് ടിക്കറ്റ്, വിസ എല്ലാം വന്നതിന് ശേഷം മാത്രം നിങ്ങൾ ആ എമൗണ്ട് കൊടുക്കുക, അവർ ചോദിച്ച എമൗണ്ട്. അതും ഭയങ്കര ആരും വിശ്വസിച്ച് കൊടുക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, ഇതെല്ലാം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത് GP റേറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടേക്ക്, ഞാൻ ഉറപ്പായും അതിന് റിപ്ലൈ തരുന്നതാണ് ഗൈസ്. അപ്പം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ സൈൻ ഓഫ്, ബൈ ഗൈസ്.